നിങ്ങളുടെ ജീവിതത്തിലെ തിരക്കേറിയ സമയത്തിനിടക്ക് ഒരു 98 സെക്കൻഡ് നിങ്ങൾ എനിക്ക് തരാൻ തയ്യാറുണ്ടോ? എനിക്കെന്ന് പറഞ്ഞാൽ എനിക്കല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു 98 സെക്കൻഡ് ജീവിതത്തിൽ ചെലവഴിക്കാൻ തയ്യാറുണ്ടോ? എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ പറയാം, നിങ്ങൾക്ക് വലിയ ഒരു അത്ഭുതകരമായ വലിയ ഒരു നേട്ടം കിട്ടുന്ന ഒരു അറിവാണ് ഇന്ന് നിങ്ങളിലേക്ക് തരുന്നത്. ഈ അറിവ് നിങ്ങൾ ഒരു അമലാണ്. ഈ അമല് നിങ്ങൾ 98 സെക്കൻഡ് മതി. പക്ഷെ നിങ്ങളിത് ജീവിതത്തിൽ ചെയ്യണം. ഇത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ആദ്യം ഞാൻ എന്താണ് ചൊല്ലേണ്ടത്, ഏതാണ് അമല് എന്ന് പറയാം. പിന്നെ അതിൻ്റെ ആ വലിയ നേട്ടത്തെക്കുറിച്ചും പറയാം. അമൽ ഇതാണ്: യാ ഹഫീദു യാ അല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മ. യാ ഹഫീദു യാ അല്ലാഹ് എന്ന ഇസ്മ ഇത് 98 തവണയാണ് ചൊല്ലേണ്ടത്. എന്തിനാണ്, എങ്ങനെയാണ് എന്ന് പറയാം. നിങ്ങൾക്ക് ഈ അറിവ് കൊണ്ട് വല്ല ഉപകാരവുമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, ഈ അറിവ് മറ്റുള്ളവർക്ക് കേട്ടാൽ ഇത് അവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ലൈക്കും കമൻറ്റും ചെയ്യണം. എന്നാൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തും. ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുകയും ചെയ്യണം. യാ ഹഫീദ് യാ അല്ലാഹ് എന്ന ഇസ്മ 98 തവണ എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലുക. ഇങ്ങനെ ചൊല്ലിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വലിയ നേട്ടം എന്താണ്? ഇത് ചൊല്ലുന്ന വ്യക്തിയുടെ സമ്പത്തിലും ഭാര്യയിലും മക്കളിലും കുടുംബത്തിലുമൊക്കെ പ്രത്യേകമായ അള്ളാഹുവിൻ്റെ ഒരു കാവലുണ്ടാകും. നിങ്ങളുടെ സമ്പത്തിൽ അള്ളാഹുവിൻ്റെ വലിയൊരു കാവൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഭാര്യയിൽ അള്ളാഹുവിൻ്റെ വലിയൊരു കാവലുണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിൽ, മക്കളിൽ, പ്രത്യേകിച്ച് മക്കളുടെ വിഷയമൊക്കെ, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഒരു കാവലുണ്ടാകണം നമ്മുടെ മക്കളുടെ പേരിൽ. നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്നത് നമ്മുടെ ഭാര്യയുടെ മേലൊരു കാവലുണ്ടാകണം. നമ്മുടെ വീടിൻ്റെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേലൊക്കെ ഒരു സമ്പത്തിൻ്റെ മേൽ ഇതൊന്നും നഷ്ടപ്പെട്ടു പോകരുത്, ഒരു കാവൽ എപ്പോഴും വേണം എന്ന് ആഗ്രഹിക്കുന്നവർ അവരാണ് ഇത് ചൊല്ലേണ്ടത്. യാ ഹഫീദു യാ അല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മിനെ 98 തവണ എല്ലാ ദിവസവും ചൊല്ലുകയാണ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകൾ നിത്യമായി ചൊല്ലാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീണ്ടും കാണാം. ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ പലവിധ ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.